കൂട്ടുകാരെ, എല്ലാവർക്കും ചക്രാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. സന്തോഷമായിട്ടുള്ള ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ട് മാവിൽ നമ്മൾ ഈ മോതിരവള കെട്ടിയിരുന്നു. ഒരു മാവ് ഏകദേശം 10 വർഷമായ മാവും, ഒരു മാവ് ഒരു 6 വർഷമായ മാവാണ്. 10 വർഷം കഴിഞ്ഞ് ഏകദേശം 11 വർഷമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതിൽ പൂവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മളൊരു മോതിരവളയ ഒരു ട്രിക്ക് ഐഡിയ ഇട്ട് നോക്കിയതാണ്. അതെല്ലാവരും ഇടുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിജയിക്കുമെന്നൊന്നും നമുക്ക് ആദ്യം അറിയില്ലേനും. അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ പരീക്ഷണം എന്താവും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റിൻ്റെ മുമ്പൊക്കെ നമ്മൾ ആ മോതിരവളയ ഒന്നിനിട്ട്, 1 ഓഗസ്റ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇട്ട്. നമ്മൾ ഈ അണ്ടി കുഴപ്പിച്ചുണ്ടാക്കിയ ഒരു മാവാണ്, 12 വർഷമായി എന്ന് പറഞ്ഞാൽ. മറ്റേത് നമ്മൾ വാങ്ങിയതാണ് തൈ, അത് വണ്ടി തൈയാണ്. ഏതായാലും നമ്മളെ പരീക്ഷണം വിജയിച്ചൊരു സന്തോഷത്തിലാണ് നമ്മൾ. കാരണം അത് വളരെ ഉഷാറായിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് പൂത്തിട്ടുണ്ട്. ഇനി കായ് ഈ പ്രാവശ്യം പിടിക്കുകയോ ഇല്ലെന്നൊന്നും അറിയില്ല, ഉഷാറായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രിക്കാണത്. ഈ കായ്ക്കാത്ത മാവുകൾ ഉണ്ടെങ്കിൽ ഈ മോതിരവള ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നിന് 2 വള ഇട്ട് കൊടുത്ത്, ഒന്നിന് 1 ഇട്ട് കൊടുത്ത്. അപ്പോൾ ഒരു 6 വർഷമായ മാവ് ഞാൻ ഇപ്രാവശ്യം അത് പൂത്തിട്ടില്ലെങ്കിൽ അത് വെട്ടിക്കളയാനുള്ള പരിപാടിയാണ്. ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വേറൊരു മാവ് വെക്കുക എന്തെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ പകുതി മുറിച്ച ടൈമിൽ ഗ്രാഫ്റ്റ്, മറ്റേ അപ്രോച്ച് ഗ്രാഫ്റ്റ്, വേറെ എന്തൊരു ഗ്രാഫ്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് അത്ര അറിയില്ല. അത് ചെയ്യിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചേന്. പക്ഷേ മൂപ്പരതിൻ്റെ മുമ്പ് തന്നെ പൂത്തു. അപ്പോൾ സന്തോഷമായി. പിന്നെ നമുക്ക് ആ അതിൻ്റെ ഒരു വീഡിയോ കാണാം. അപ്പോൾ അത് പൂത്തതും അതിൻ്റെ വഡ് പൂത്തിറങ്ങി എല്ലാം നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ കാണാം. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് 12 വർഷമായ നമ്മൾ ഈ മാങ്ങൻ്റെ അണ്ടി മുളിപ്പിച്ചുണ്ടാക്കിയൊരു മാവാണ്. 11-12 വർഷമായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറേ കൊമ്പൊക്കെ വെട്ടി ഒഴിവാക്കിയാണ്. അതിപ്പോൾ കായ്ക്കാണ്ട് പൂക്കാണ്ട് ഇങ്ങനെ നിന്നപ്പോൾ സമയത്ത് ഇപ്പം ലാസ്റ്റ് നമ്മൾ 2 കൊമ്പൈമേൽ വെച്ച് ഒരു പരീക്ഷണം നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, മോതിരവള ഇട്ടാൽ വിജയിക്കും, പൂക്കും, കായ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ നേരിട്ട് നമുക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ നമ്മളതൊന്ന് പരീക്ഷണം ഒന്ന് നോക്കിയതാണ്. ഏതായാലും നമ്മൾ പരീക്ഷണം 100% വിജയിച്ചിട്ടുണ്ട്. അത് ഒരു മാവിലല്ല, 2 മാവിലാണ് നമ്മൾ പരീക്ഷണം നോക്കി. അത് 2ഉം വിജയിച്ച്. വളരെ സന്തോഷം. ഒന്ന് ഞാൻ മുറിച്ച് കളയാൻ പുറപ്പെട്ടായിരുന്നു. ഒരു 6 മാസമായ ഒരു മാവ് കൂടി ഉണ്ട്. അത് ഞങ്ങൾ മുറിച്ച് ഒഴിവാക്കാൻ വിചാരിച്ചാണ്. ഈ പ്രാവശ്യം അത് പൂത്തിട്ടില്ല. അപ്പോൾ അവിടെ വേറെ ചെറിയ മാവ് വാങ്ങി വെക്കണം എന്നൊക്കെ അങ്ങനെ കരുതിയതാണ്. അപ്പോൾ അതും നമ്മൾ പൂത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മുറിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് 6 വർഷം കഴിഞ്ഞ മാവ്. ഇത് വഡ് തൈ നമ്മൾ വാങ്ങിയതാണ്. ഇത് ആനക്കയം ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. അതിന് ചെറിയ പൈസ ഉള്ളൂ, 60 രൂപക്കായി നമ്മൾ ആ തൈയൊന്ന് വാങ്ങി 6 വർഷം മുമ്പ്. അപ്പോൾ അതങ്ങനെ അടുത്ത് അടുത്ത് തന്നെ ആയിട്ട് മതിലുണ്ട്. അപ്പം അങ്ങനെ പൊന്തിപ്പോയി, വലുതായി പോയി മാവ് പടർന്ന് പിടിച്ചില്ല. മുകളിൽ പോയിട്ടാണ് മാവിന് ചില്ലകളൊക്കെ ഉണ്ടായത്. അതിനുശേഷം കുറേ റോഡ് മലക്കൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കുറച്ച് വെട്ടി ഒഴിവാക്കി, ലൈനൊക്കെ പോണതാണ്. അപ്പോൾ കുറച്ച് വെട്ടി ഒഴിവാക്കി. ലാസ്റ്റ് പറഞ്ഞ പോലെ 2-3 കൊമ്പ് അവിടെ വെച്ച്. അതിലാണ് ഇപ്പോൾ പൂത്തത്. ഇതിലിപ്പോൾ ഒരു കൊമ്പിലാണ് പൂത്തത്. മറ്റുള്ള കൊമ്പൊക്കെ ഇങ്ങനെ ഈ ഇല വെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ അതെല്ലാം കൂടി ഒരു തൂമ്പ് ഭാഗമൊക്കെ ഒരു കറുപ്പ് പുള്ളിയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അതൊക്കെ നന്നായി തന്നെ കുറേ കഴിയണം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പൂത്തിട്ടില്ല. ഒരു കൊമ്പ് നല്ല വൃത്തിയുള്ള കുഴപ്പമൊന്നുമില്ലാത്തൊരു കൊമ്പ് ഉണ്ടായിരുന്നു, അതിൽ നിറച്ച് പൂത്തിന്. മാവിനെ ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട. ഇനിയിപ്പോൾ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് സംരക്ഷിച്ചാൽ മതി. വെട്ടി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ പ്രാവശ്യം മാവുണ്ടാകുമെന്നൊന്നും അറിയില്ല, എങ്കിലും പൂത്ത് അതൊരു സമാധാനം, ഉഷാറായി. ഒരു നമ്മൾ 12 വർഷമായ മാവ് തന്നെ. അത് നമ്മൾ ഈ ടെറസിൽ നിന്ന് എടുത്തതാണ്. അതിലെ പൂക്കളൊക്കെ ടെറസിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ കയ്യെത്തി പറിക്കാനും, മാങ്ങൊക്കെ ഉണ്ടായാൽ നമുക്ക് പറിക്കാനൊക്കെ സുഖമാണ്. ടെറസ് കയറിയാൽ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് ഇപ്പോൾ മാവുള്ളത്, മാവിൻ്റെ 2 കൊമ്പ്. അപ്പോൾ അന്ന് വളരെ സന്തോഷത്തിലാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്
ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഏകദേശം 2-3 വർഷമായി നമ്മൾ ചാനൽ പണിയിട്ട് എത്തി എത്തില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ.